നമസ്കാരം. നമ്മുടെ PSC പരീക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് അറിയേണ്ടുന്ന 1-2 കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ടൈപ്പ് മെഷീനിൽ ടച്ച് റെഗുലേറ്റർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഞാൻ ടച്ച് റെഗുലേറ്ററിനെ പറ്റി പ്രത്യേകം വീഡിയോയും ചെയ്തിട്ടുണ്ട്. എന്നാലും പരീക്ഷയ്ക്ക് അത് ചോദിക്കുന്ന രീതിയിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം ടച്ച് റെഗുലേറ്റർ ഏതാണെന്നും അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം, അതായത് ലൈൻ സ്പേസ് ഇൻഡിക്കേറ്റർ, അതും എന്താണെന്ന് പറയാം. നോക്കിക്കോളൂ. ഇത് നമ്മുടെ ക്യാരേജ് റിട്ടേൺ ലിവർ ആണ് അല്ലേ? ക്യാരേജ് റിട്ടേൺ ലിവർ, ഈ ക്യാരേജ് റിട്ടേൺ ലിവർ. ഇതിൻ്റെ അടുത്തായിട്ട് ചില മെഷീനിൽ ഈ സംഭവം ഇവിടെ ആയിരിക്കത്തില്ല, ഈ ഭാഗത്തായിട്ട് വരും. ഇവിടെ അതെന്തെങ്കിലും ആവട്ടെ. ഇവിടെ നോക്കിയേ, ഇതാണ് ലൈൻ സ്പേസ് ഇൻഡിക്കേറ്റർ. ലൈൻ സ്പേസ് ഇൻഡിക്കേറ്റർ ആദ്യം നമ്മളിതാ പറയാൻ പോണേ. ഇതെന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഈ ടൈപ്പ് മെഷീനകത്ത് പേപ്പർ വയ്ക്കുന്നു. പേപ്പർ വെച്ചിട്ട് ഓരോ വരി വിട്ട് വേണം, ഓരോ ലൈൻ വിട്ട് വേണം നമുക്ക് ടൈപ്പ് അടിക്കാനെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൈൻ സ്പേസ് ഇൻഡിക്കേറ്റർ 1 വെക്കണം. ഇതിപ്പോൾ നമുക്ക് ഇച്ചിരി പഴയ മെഷീനായതുകൊണ്ടാണ് 1, 2, 3 ഒന്നും കാണാത്തത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 1, 2, 3 ഉണ്ടെന്ന് വിശ്വസിക്കുക. അപ്പോൾ 1 ഇത് ഇരിക്കുന്നത്. 1, 1.5, 2, 2.5, 3 ഉണ്ടോ? അപ്പോൾ എത്ര അഡ്ജസ്റ്റ്മെൻറ്റ്? 5 അഡ്ജസ്റ്റ്മെൻറ്റ്, 3 പൊസിഷൻ. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. അതായത് ഓരോ ലൈൻ വിട്ട്, നമ്മളിപ്പോൾ പേപ്പർ വെച്ചിട്ട് ഓരോ ലൈൻ വിട്ട് താഴെ 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 നമ്മൾ അടിക്കണമെങ്കിൽ സാധാരണഗതിയിൽ 1 തന്നെ കിടക്കുന്നത്. ഇനി അത് 1.5 വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. 2ാമത്തെ പൊസിഷനിലിടാം. 2.5 ആകുന്ന അഡ്ജസ്റ്റ്മെൻറ്റിലിടാം. 3 ആകുന്ന പൊസിഷനിലിടാം. സമ്മാനം കിട്ടുമ്പോൾ അങ്ങനെ ഇല്ലയോ? 1ാമത്തെ സ്ഥാനം, 2ാമത്തെ സ്ഥാനം, 3ാമത്തെ സ്ഥാനം. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 1.5, 2.5. അപ്പോൾ അതുകൂടെ കൂട്ടുമ്പോൾ 5 ആയി. അതാണ്. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കും ലൈൻ സ്പേസ് ഇൻഡിക്കേറ്റർ. കണ്ടോ? ലൈൻ സ്പേസ് ഇൻഡിക്കേറ്ററിൽ എത്ര പൊസിഷൻ? അപ്പോൾ എന്തോ പറയണം? 3. കണ്ട, 1, 2, 3. എത്ര അഡ്ജസ്റ്റ്മെൻറ്റ്? 1, 1.5, 2, 2.5, 3. കണ്ടോ? 3. അപ്പോൾ 5 ആയി. 1, 1.5, 2, 2.5, 3 എന്ന് പറയുമ്പം 5 അഡ്ജസ്റ്റ്മെൻറ്റായി. എണ്ണി നോക്കിക്കോ. അപ്പോൾ അത് മനസ്സിലായി. ഇനി ടച്ച് റെഗുലേറ്റർ ദേ ഇടയ്ക്കിരിക്കുക. ഈ സംഭവത്തിൻ്റെ പേരെന്തുവാ? ഏതാ? ഈ ഇത്രയും വലിയ സംഗതിയുടെ പേരെന്തുവാ? ഇവിടെ ടൈപ്പ് ബാസ്ക്കറ്റ്. ഈ ടൈപ്പ് ബാസ്ക്കറ്റിൻ്റെ സൈഡിലായിട്ട് ഇടത്തേ വശത്തായിട്ട്, നിങ്ങളുടെ ഇടത്തേ വശത്ത്, നിങ്ങൾ ഈ ടൈപ്പ് മെഷീൻ ഫേസ് ചെയ്തിരിക്കുമ്പോൾ ഇടത്തേ വശത്തായിട്ട് ടൈപ്പ് ബാസ്ക്കറ്റിൽ ദേ ഒരു സംഭവം ഇരിപ്പുണ്ട്. കണ്ടോ? ഇതേപോലത്തെ ഗിയർ തന്നെ കണ്ട കണ്ട ഒരുപോലെ തോന്നും. അപ്പോൾ ഇത് ടച്ച് റെഗുലേറ്റർ എന്നാണ് പറയുന്നത്. ടച്ച് റെഗുലേറ്റർ. ഈ ടച്ച് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളുടെ അടിസ്ഥാനത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൾക്ക് ആണ് ഇത് ടൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്കിത് ഭയങ്കര ഹാർഡായിരിക്കും ചിലപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് സോഫ്റ്റ് ആക്കാൻ ഈ ടച്ച് റെഗുലേറ്ററിൻ്റെ പൊസിഷൻ 1 വെച്ചാൽ മതി. 1 വെച്ച് കഴിഞ്ഞാൽ 4ാം ക്ലാസ്സിലെ കുട്ടിക്ക് 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് വളരെ സോഫ്റ്റായിട്ട് അടിക്കാം. നല്ലൊരു പട്ടാളക്കാരനാണെങ്കിലോ അദ്ദേഹത്തിന് ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ള അത്രയും സോഫ്റ്റ് ടച്ച് വേണ്ട, ഹാർഡായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആരോഗ്യമനുസരിച്ച് 6 വയ്ക്കാം. 6th പൊസിഷനിലോട്ട് വെച്ച് കഴിഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് കംഫർട്ടായിട്ട് ഇത് ടൈപ്പ് ചെയ്യാൻ പറ്റും. കണ്ടോ? ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്താണ് ഈ സംഭവം? ടച്ച് റെഗുലേറ്റർ. ടച്ച് റെഗുലേറ്റർ എവിടെ ആയിരിക്കുന്നത്? ടൈപ്പ് ബാസ്ക്കറ്റിൽ ഇടതുവശത്തായിട്ടാണ് ടച്ച് റെഗുലേറ്റർ ഇരിക്കുന്നത്. ഇനി ഇവിടെ ഇതെന്താണ്? ഇത് ലൈൻ സ്പേസ് ഇൻഡിക്കേറ്റർ. ഇതും എവിടെ ആയിരിക്കുന്നത്? ഇത് ഇടതുവശത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ടച്ച് റെഗുലേറ്ററും ഇടതുവശത്ത് തന്നെയാണ് കൂടുതൽ മെഷീനിലും ഇരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം പരീക്ഷയ്ക്ക് എഴുതാൻ. ഇനി ടച്ച് റെഗുലേറ്ററിന് എത്ര പൊസിഷനുണ്ട്? അത് 6 തന്നെയാണ്. 1 to 6. 1, 2, 3, 4, 5, 6 ഉണ്ടോ? അങ്ങനെ 6 പൊസിഷനാണുള്ളത്. പല ടൈപ്പ് മെഷീനിലും പല പൊസിഷനാണ്. ചില ടൈപ്പ് മെഷീനിൽ 5 പൊസിഷനുണ്ട്, ചില പൊസിഷനിൽ 6 പൊസിഷനുണ്ട് ചില ടൈപ്പ് മെഷീന്. അപ്പോൾ PSC പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ടച്ച് റെഗുലേറ്ററിന് 6 പൊസിഷൻ. ടച്ച് ചെയ്യാൻ നിയന്ത്രിക്കുന്ന റെഗുലേറ്റർ, ടച്ച് റെഗുലേറ്റർ 6 പൊസിഷൻ. ഇതെന്തുവാ? ഇത് ലൈൻ സ്പേസ് ഇൻഡിക്കേറ്റർ. ഇനി വേറൊരു ഇൻഡിക്കേറ്റർ കൂടെ ഉണ്ട്. ഏതാത്? ദേ നോക്കിയേ, ഇതാണ്ടോ? ഇതാണ് കളർ ഇൻഡിക്കേറ്റർ അഥവാ ബൈക്രോം എന്നറിയപ്പെടുന്ന കളർ ഇൻഡിക്കേറ്റർ. കളർ ഇൻഡിക്കേറ്ററിന് 3 പൊസിഷൻ എന്നേ പറയാവൂ. അത് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടോ? വ്യക്തമാണോ? അപ്പോൾ ഇതാണ് നമ്മുടെ ടൈപ്പ് മെഷീൻ. പാവൻ ടൈപ്പ് മെഷീനാണ്. ഒരുപാട് ഉപയോഗം കഴിഞ്ഞ ഒരു മെഷീനാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് ഇത്തിരി തുരുമ്പായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.